ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1241 പോയിന്റ് കൂടി. നിഫ്റ്റി 21,750 തിരിച്ചെത്തി. പുത്തൻ റെക്കോർഡ് കുറിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരികൾ. ടാറ്റ മോട്ടോഴ്സ് ഓഹരികൾക്ക് 3.5% ലാഭം. ഫ്ലിപ്കാർട്ട് ബോർഡിൽ നിന്ന് പടിയിറങ്ങിയ സഹസ്ഥാപകൻ ബിന്നി ബൻസാൽ ഫോൺപേ ബോർഡിൽ തുടരും. ഫ്ലിപ്കാർട്ട് ബോർഡിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം സ്ഥാപനത്തിലെ ശേഷിക്കുന്ന ഓഹരികൾ വിറ്റ് മാസങ്ങൾക്ക് ശേഷം. രാജ്യത്തെ 75 ജില്ലകളിൽ ഡിജിറ്റൽ ബാങ്കിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ. ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായേക്കും. 100% കടലാസ് രഹിതമായ ഓഫീസുകൾ. ഡിജിറ്റൽ സാമ്പത്തിക സാക്ഷരത ഉറപ്പാക്കും. ആഴ്ചയിൽ 7 ദിവസവും പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം. ബജറ്റിൽ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും പ്രഖ്യാപനങ്ങളുണ്ടാകുമെന്ന് സൂചന. ഇന്ത്യയിലേക്ക് നിർണായക മരുന്നുകൾ ഇറക്കുമതി ചെയ്യാൻ അസ്ട്രാസെനേക അർബുദ, ആസ്മ മരുന്നുകൾ ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യും. ഇന്ത്യയിൽ നടത്തുന്നത് 50 ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ. സുസ്ഥിരവും തുല്യവുമായ ആരോഗ്യ പരിരക്ഷ പ്രോത്സാഹിപ്പിക്കൽ പരിഗണിച്ച് വില നിർണ്ണയിക്കുമെന്ന് കമ്പനി. സ്മാർട്ട് വാച്ച് വിപണിയിൽ നിന്ന് പിൻവാങ്ങാൻ അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ഫോസിൽ. ഗൂഗിൾ വെയർ ഓപ്പറേറ്റിംഗ് സംവിധാനമുള്ള ജെൻ 6 സ്മാർട്ട് വാച്ചുകൾക്ക് അപ്ഡേറ്റ് നൽകുന്നത് തുടരും. കമ്പനിയുടെ പ്രധാന സെഗ്മെന്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നീക്കുമെന്ന് ഫോസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജെഫ് ബോയർ. സാമ്പത്തിക ലോകത്തു നിന്ന് മറ്റ് വാർത്തകളുമുണ്ട്. ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി തേടുന്നവർക്കും ഒക്കെ ഒരു സന്തോഷ വാർത്ത വരുന്നുണ്ട്. ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി ചെയ്താൽ മതിയെന്നൊരു പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ് ജർമ്മനി. 4 ദിവസം ജോലി അല്ലെങ്കിൽ 4-ഡേ വർക്ക് വീക്ക് എന്ന പരീക്ഷണത്തിലേക്കാണ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ പോകുന്നത്. മന്ദഗതിയിലായ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കലാണ് ലക്ഷ്യം. 6 മാസത്തേക്കുള്ള ഈ ഒരു പരീക്ഷണം ഫെബ്രുവരി 1 തുടങ്ങും. 45 കമ്പനികളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു വർക്ക് ഷെഡ്യൂളിനെ, അതായത് 7 ദിവസമുള്ള ആഴ്ചയിൽ 4 ദിവസം ജോലി എന്ന് പറയുന്ന വർക്ക് ഷെഡ്യൂൾ, 2 വീക്കെൻഡിന് പുറമെ 1 ദിവസം ശമ്പളത്തോടുകൂടി അവധി എന്നാണ് അവർ ഈ പരീക്ഷണത്തിലേക്ക് പോകുന്നത്. ജോലി സമയത്തെ ചൊല്ലി സമ്പന്ന രാഷ്ട്രങ്ങളുമായി ഇന്ത്യക്ക് മത്സരിക്കണമെങ്കിൽ യുവാക്കൾ ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് ഇൻഫോസിസ് സ്ഥാപകനായ NR നാരായണമൂർത്തി പറഞ്ഞിരുന്നു. ഇത് വിവാദമായിരുന്നു. അതിനുശേഷം ആഴ്ചയിൽ 3 ദിവസമായി ജോലി സമയം കുറച്ചുകൊണ്ട് ബിൽ ഗേറ്റ്സ് മുന്നോട്ട് വന്നിരുന്നു. US, കാനഡ മുതലായ രാജ്യങ്ങളിലൊക്കെ ഇതേ ജോലി വ്യവസ്ഥ, 4 ദിവസം ജോലി എന്ന് പറയുന്ന ആ വ്യവസ്ഥയിലേക്ക് മാറിയതോടുകൂടി പല കമ്പനികളും ലാഭമുണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികൾ ഉൾപ്പെടുന്ന തട്ടിപ്പുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ആരോടും പരാതി പറയാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നില്ല. ക്രിപ്റ്റോ നയം വരണമെന്ന ഒരു ആവശ്യമുണ്ട്. ഈ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാം. ഇനി മാർക്കറ്റ് ക്ലോസിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ 21,737 ദേശീയ ഓഹരി വിപണി അഥവാ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 385 പോയിന്റ് ഉയർന്നാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ്. ഇന്ന് ബാങ്ക്, ഫിനാൻഷ്യൽ സെക്ടർ ഓഹരികൾ വലിയ നേട്ടമുണ്ടാക്കിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 70,700 എന്ന് പറയുന്ന കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് മാറി ഇപ്പോൾ 71,941, 1,240 പോയിന്റാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. നമുക്ക് ഒരു അതിഥിയുണ്ട്. ശ്രീ പ്രിൻസ് ജോർജ് ആണ്, MD DBFS. ശ്രീ പ്രിൻസ് ജോർജ്, വെരി ഗുഡ് ഈവനിങ് എന്ന് പറയാവുന്ന ഒരു ദിവസമാണ് കടന്നു പോകുന്നത് ഓഹരി വിപണിയിൽ. വിപണികൾ വലിയ തിളക്കത്തിലായിരുന്നു. ബാങ്കുകൾ അതിന് നേതൃത്വം നൽകി. ഈ പറയുന്നത് പോലെ ബീഹാറിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, വരാൻ പോകുന്ന ബജറ്റ്, US ഫെഡറൽ റിസർവിന്റെ പോളിസി വരാനിരിക്കുന്നു. ഇതൊക്കെ ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കുമല്ലോ. ഇന്നത്തെ ഒരു ക്ലോസിംഗിന്റെ അനാലിസിസ് എങ്ങനെയാണ്? വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വീക്കാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ 2 ഇവന്റുകൾ, ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച 2 ഇവന്റുകൾ, FOMC മീറ്റിംഗും അതേപോലെ തന്നെ ഇൻട്രീം ബജറ്റും ഫെബ്രുവരി 1 വരുന്നതും, അതിനോടൊപ്പം ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ബീഹാറിലെ ഒരു സിറ്റുവേഷൻ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഒരു അനാലിസിസ് കൂടെ വന്നപ്പോൾ മാർക്കറ്റ് വളരെ എക്സൈറ്റഡ് ആണ്. അതാണ് ഇന്നിപ്പോൾ ഇൻഡെക്സുകൾ സൂചിപ്പിക്കുന്നത്. റിലയൻസ്, അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾ, പല ബാങ്കിങ് ഓഹരികൾ, ഇതൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ 5-6% കണ്ടൊക്കെയാണ് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങൾ വോളറ്റൈൽ ആയിരിക്കും, ഒരു സംശയവുമില്ല. ഇന്നിപ്പോൾ ഒരു എക്കണോമിക് സർവേ റിപ്പോർട്ട് സാധാരണ രീതിയിൽ ബജറ്റിന് മുന്നിൽ, ഫുൾ ബജറ്റ് ആണെങ്കിൽ ഗവൺമെൻറ് പുറത്തുവിടാറുണ്ട്, ഫിനാൻസ് മിനിസ്ട്രി. പക്ഷേ ഇന്നിപ്പോൾ അതിന് പകരമായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് 7% ഗ്രോത്ത് ഉണ്ടാകും. നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്തിരുന്ന വേൾഡ് ബാങ്ക് ഒക്കെ പറഞ്ഞിരുന്ന 6.2% ഗ്രോത്തിനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ആയിരിക്കും. അതേപോലെ തന്നെ 2027 കൂടി നമ്മളൊരു $5 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറും, 3rd ലാർജസ്റ്റ് എക്കണോമി ആകും എന്നൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരുന്നത്.
അപ്പം ഇത്തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ട്, എക്കണോമി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതാണ് മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മൊമെൻറ്റം ഇതേ രീതിയിൽ തന്നെ അടുത്ത 2-3 ദിവസം നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. സാധാരണ രീതിയിൽ വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. കാര്യം മാർക്കറ്റിൽ ബൗട്ട്സ് ഓഫ് ബൈയിങ്ങും സെല്ലിങ്ങും ഉണ്ട്. ഇന്നത്തെ റാലിയുടെ ഒരു കാരണം ഇതൊരു പുതിയ F&O എക്സ്പയറി സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചുള്ള FIIs ഫോറിനേഴ്സ് കുറച്ച് ഷോർട്ടാണ് മാർക്കറ്റിൽ. അതായത് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്ത് കിടക്കുകയാണെന്നുള്ള ന്യൂസുകളും ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് ഇന്നത്തെ തരത്തിലുള്ള റാലി ഉണ്ടായത്. നാളെയും മാർക്കറ്റ് പോസിറ്റീവായിട്ടൊക്കെ തന്നെ വരാം. പക്ഷേ ഇന്നത്തെ പോലത്തെ റാലി നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഒക്കത്തില്ല. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും സാമ്പത്തിക ലോകത്ത് നിന്ന് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. നല്ല ഫലങ്ങൾ, നല്ല മാക്രോ എക്കണോമിക് സൂചകങ്ങളൊക്കെ രാജ്യത്തുണ്ട്. വളർച്ചയും നല്ല രീതിയിൽ വരും. 7% ഗ്രോത്ത് എന്ന് തന്നെയാണ് ഇന്ന് വരുന്ന റിപ്പോർട്ടും പറയുന്നത്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ 9:30 കാണാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചത് തുടരും. നമസ്കാരം. DBF